കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ അലോട്ട്മെൻറ്റ് വെച്ചാൽ മതിയോ അതോ സി എസ് പ്രിഫറൻസ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ബ്രാഞ്ച് നല്ലത് ഇന്ന ബ്രാഞ്ച് മോശം, അത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ ബിൽഡ് ചെയ്യരുത്. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. സി എസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കൂടുതലാണ്. കാരണം മെക്ക് എടുത്താലും നിങ്ങൾ സിവിൽ എടുത്താലും നിങ്ങൾ ഇ സി എടുത്താലും ഇ എടുത്താലും ഐ ടി എടുത്താലും സി എസ് എടുത്താലും നിങ്ങൾക്ക് വരുന്ന കൂടുതലുള്ള പാക്കേജസ് എന്തിലായിരിക്കും പോണത്? അത് സി എസ് അല്ലെങ്കിൽ എന്താണ് ഒരു ഐ ടി പ്രൊഫഷനായിട്ടായിരിക്കും പോണത്. കാരണം എന്ന് വെച്ചാൽ മെജോറിറ്റി വരുന്ന റിക്രൂട്ടേഴ്സ് ടി സി എസ് പോലുള്ള കമ്പനീസ്, വിപ്രോ, കോഗ്നിസെൻ്റ് ഇങ്ങനെയുള്ള ഐ ടി കമ്പനീസ് ആയിരിക്കും കൂടുതലും വന്ന് നിങ്ങളെ പ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ആ പ്ലേസ്മെൻറ്റിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് കൂടുതലും എന്താണ് നിങ്ങൾ കോർ ബ്രാഞ്ച് എടുത്താലും നിങ്ങൾക്ക് എന്താണ് ഐ ടി സെക്ടർ ആകുമ്പോൾ എന്താണ് പ്ലേസ്മെൻറ്റ് ഐ ടി സെക്ടറിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് സി എസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രിഫറൻസ് കിട്ടും. അതായത് ഹയസ്റ്റ് പാക്കേജസ് ഒക്കെ കൂടുതൽ എടുക്കുന്നത് ഒന്നെങ്കിൽ സി എസ്സുകാർ അല്ലെങ്കിൽ ഇ സിക്കാരായിരിക്കും മെജോറിറ്റി നോക്കുമ്പം കൊണ്ടുപോകുന്നത്. കാരണം അവരൊക്കെ എന്താണ് കോഡിങ് നല്ലപോലെ അറിയാം. അപ്പം എന്താണ് മെയിനായിട്ടും കോഡിങ്ങിൻ്റെ നല്ല പ്രൊഫഷൻ എടുക്കുമ്പോഴത്തേക്കും ഒരു 7 LPA ഒക്കെ പാക്കേജ് 7 lakh പാക്കേജൊക്കെ വരുവാണെങ്കിൽ കൂടുതലത് സി എസിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ സിവിലും മെക്കിനകത്ത് സി എസ് എടുക്കും, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നൊരു 3 to 4 LPA ആയിരിക്കും ഒരു ആവറേജ് വരുന്നത്. കാരണം നമ്മൾ ഈ 4 കൊല്ലം കോർ ബ്രാഞ്ചസ് പഠിക്കുമ്പം മെക്കോ സിവിലോ പഠിക്കുമ്പം നമ്മളെന്താണ് കോഡിങ് നമ്മളത്രയും ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കോഡിങ് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് എന്താണ് നമുക്ക് എന്താണ് അത്രയും ഇൻ ഡെപ്തിൽ അറിയത്തില്ല. അപ്പോൾ നമ്മളെ ബേസിക് ആയിട്ടുള്ള കോഡിങ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാക്കേജിലായിരിക്കും നമ്മളെ കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സി എസ് എടുത്തു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഒരു പെർസ്പെക്റ്റീവിൽ ഓക്കെ ഹൈ ആണ്. പക്ഷേ ഈ ഒരു ഐ ടി സെക്ടർ അല്ലാതെ മെയിനായിട്ട് ഇപ്പോൾ ടോപ്പ് കോളേജസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ ബാങ്ക് വന്നെടുക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വന്നെടുക്കും. അതൊക്കെ ഒരു 10 LPA ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ എന്താണ് ഒരു 7 LPA ഒക്കെ ഉണ്ട്. ബാങ്ക് ജോലിയായിരിക്കും. പിന്നെ കോർ കമ്പനീസായ MRF പോലുള്ള കുറച്ച് കമ്പനി, പിന്നെ ടവറിൻ്റെ എന്തോ കമ്പനി ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നല്ലൊരു പാക്കേജ് കാണുന്നത് പക്ഷേ ഒരു ഹൈ ആവത്തില്ല. ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ എന്താണ് ഒരു 6 to 7 LPA ആ ഒരു പാക്കേജ്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു MRF പെർ മന്ത് ഒരു 40 റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. പിന്നെ VKC പോലുള്ള കമ്പനീസ് എടുത്താലും അതും എന്താണ് മെക്കിനകത്തൊക്കെ ആണെങ്കിൽ 3 LPA. അപ്പോഴത്തേക്ക് ഇത് എന്താണ് എൻ്റെ ഒരു അറിവിലുള്ളതാണ്, നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഒരു സിനാരിയോ ആണ്. അപ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം പ്ലേസ്മെൻറ്റ് വൈസ് ഓക്കെ സി എസ് ഇ സി ഒക്കെ എടുത്ത് പോകുന്നത് കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ KTU എടുത്തു കഴിഞ്ഞാൽ ഒരു 50,000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ ഒരു 25,000 പേര് ഒരു പാസ് ആകത്തുള്ളൂ. അതായത് ഒരു 56% പാസ് പെർസെൻറ്റേജ് ഉള്ളൂ. കുറച്ച് പേര് ഡ്രോപ്പ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഹൈ ആയിട്ട് കിട്ടുന്നൊരു അതായത് ഒരു ടോപ്പ് ബ്രാഞ്ചാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ പാസ്സാവാതെയോ ഡ്രോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സി എസ് വെച്ച് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ വയ്ക്കും. അപ്പോൾ എല്ലാവരും സി എസിൻ്റെ വെച്ച് ഓപ്ഷൻ വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിനകത്ത് എൻ്റെ ലീസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു സി എസ് ഞാൻ ലാസ്റ്റാണ് വെച്ചത്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ വെച്ചത് മെക്ക് തന്നെയാണ് എല്ലാം വെച്ചത്. അപ്പോൾ ഞാൻ വീടിനടുത്തുള്ള കോളേജുകൾ മാത്രമാണ് വെച്ചത്, 2 ഡിസ്ട്രിക്റ്റിലുള്ള മെയിനായിട്ടും. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം. അപ്പോഴത്തേക്കും എന്താണ് CET TK പിന്നെ ഞാൻ വെച്ചത് ബാർട്ടൺ ഹില്ല്. അപ്പോൾ എനിക്ക് ബാർട്ടൺ ഹില്ല് ഫസ്റ്റ് വീണു, പിന്നെ എനിക്ക് TK വീണു, തേർഡിലും TK തന്നെയാണ്. TK നമ്മൾ ഫിക്സായി, സ്പോട്ടിനൊന്നും നോക്കിയില്ല. അപ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചു പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വരരുത്. അതായത് നിങ്ങൾ പ്ലേസ്മെൻറ്റ് നോക്കി ബ്രാഞ്ച് വെച്ചോ, നിങ്ങളെ കൊണ്ട് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. നിങ്ങളൊരു എംപ്ലോയബിലിറ്റി ഓൾമോസ്റ്റ് ഷുവറാണ്, നല്ലൊരു പാക്കേജിലോട്ട് പുഷ് ചെയ്യാൻ പറ്റും. KTU കോളേജ് വെച്ച് നോക്കുമ്പോഴത്തേക്കും CS എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്നതിൽ 4 കൊല്ലം പഠിക്കുന്നതിൽ ഇപ്പം മെക്ക് പഠിച്ചൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, സോളിഡ് മെക്കാനിക്സ്, പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വേറെയും വരും. അപ്പോൾ ഇതിനകത്ത് മാനുഫാക്ചറിങ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും, മെറ്റലർജി എന്നൊക്കെ പറഞ്ഞു വരും. ഇതാണ് നമ്മുടെ കോറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ്, തെർമൽ റിലേറ്റഡ്, ഫ്ലൂയിഡും സോളിഡും.
ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പാക്കേജ് ഉള്ളൊരു ജോബ് അന്ന് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, അതായത് അല്ലെങ്കിൽ എന്താണ് മെക്കിന് സപ്പോസ് നല്ലൊരു ഹൈ പ്ലേസ്മെൻറ്റ് പോസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചു. പക്ഷേ തെർമോഡൈനാമിക്സ് നമുക്ക് നല്ല പാടാണ്, ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് നല്ല പാടാണ്. പക്ഷേ നമ്മൾ വേറൊരാൾ പറയുന്ന ഓപ്ഷൻ വെച്ച് നമ്മൾ ഈ ബ്രാഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം പാടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻബോണായിട്ട് കിട്ടിയിരിക്കുന്ന സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് വെച്ചോ, മറ്റേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലുള്ള ചാപ്റ്റർ പഠിക്കാൻ, അതായത് നമ്മൾ പഠിച്ച 12th സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസിൻ്റെ സംഭവങ്ങൾ, മാഗ്നറ്റിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഇത്രയും ഇഷ്ടമല്ല നിങ്ങൾ മെക്കാനിക്കൽ എടുത്ത് കഴിക്കുക, നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾ 4 കൊല്ലം പഠിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾ വേറൊരാൾ എടുക്കുന്ന എടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 നിങ്ങൾക്ക് എത്രയാണ് 98 അല്ലെങ്കിൽ 90 എബോ പാസ് പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷേ എൻ്റെ ബാച്ചിൽ പാസ് പെർസെൻറ്റേജ് വന്നതെന്ന് വെച്ചാൽ വെറും 37% ആളുകളെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ കീം എഴുതി വരുമ്പോൾ ഒരു 50,000 പേര് എൻജിനീയറിംഗ് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇയറിൽ 12,000 സംതിങ് ആളുകളെ പാസ് ഔട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ സ്റ്റോറി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സിനാരിയോയിലോട്ട് കുറച്ച് പേരെങ്കിലും വരും. അതായത് എല്ലാവരും വരുമെന്നല്ല, ഇതേപോലെ CS വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതേ അവസ്ഥയാണെന്നല്ല, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫിസിക്സിനകത്ത് തന്നെ എന്തിനാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് നല്ലപോലെ പറ്റുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ട് ബ്രാഞ്ച് എടുക്കാനുള്ള ഈസി കാര്യങ്ങളായിരിക്കാം നല്ലതായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെർമൽ റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ പോലുള്ള ബ്രാഞ്ചസ് ചൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും പാടാണ്, പക്ഷേ വേറൊരാൾ നോക്കാം കോഡിങ് നല്ലപോലെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ CS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ അതിൽ കയറിപ്പോൾ. ഇനി ഇതെല്ലാം പാടാണ്, എത്ര പഠിച്ചിട്ട് നമുക്ക് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും നല്ലത്, അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എടുക്കുന്ന കണക്ക് ആ ഒരു കോപ്പി ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണ്, ചിലപ്പം നമുക്ക് എന്താണ്, കാരണം ഞാൻ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2021 പാസ് ഔട്ടാണ്. പക്ഷേ കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒരുത്തൻ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കുമല്ലോ, ആ മാത്സിൻ്റെ ഒരു ഡൗട്ട് അവൻ എനിക്ക് അയച്ചു തന്നു. അവൻ ഇതിലിട്ട് BTech കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2021 ഞാൻ പാസ് ഔട്ടായിട്ട് 2017 നമ്മൾ ജോയിൻ ആവുന്നത്. അപ്പോൾ സ്റ്റിൽ 2024 BTech പേപ്പർ കിട്ടാതെ ഡ്രോപ്പായിട്ട് എന്താണ് വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് പാസ് ഔട്ടായിട്ട് പോണ ആളുകളുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ചൂസ് ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ബാക്കിയുള്ളവർ എടുക്കുന്ന കണ്ടിട്ട് എടുത്താൽ ഈ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 7 കൊല്ലമായി ഡ്രോപ്പ് ഔട്ടാണ്. അതേപോലെ കുറേ പേരുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് പേരെങ്കിലും അതെന്താണ് ഫേസ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ട് എടുക്കാതുള്ളൂ. നിങ്ങൾ പ്രൈവറ്റ് കോളേജിലൊക്കെ പോയി എടുക്കും, പക്ഷേ എന്താണ് ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത്രയൊരു എമൗണ്ടും കൂടി വേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിൽ ഏതാണ് നല്ലതെന്നും കൂടി നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിലബസ് അവൈലബിൾ ആണ്, ആ സിലബസ് എടുത്ത് നോക്കുക എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അതാത് ബ്രാഞ്ച് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ മെക്കാനിക്കലിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒരുപാട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ അതർ ബ്രാഞ്ചസ് നമ്മളങ്ങനെ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ CS ഓപ്ഷൻ ലാസ്റ്റാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ അത്യാവശ്യം CS നല്ല ഉള്ളതിലാണ്. ആ ഒരു ബാച്ചിൽ എനിക്കായിരുന്നു നല്ല സ്കോർ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതലും. പക്ഷേ എനിക്ക് CS എന്താണ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടോ, അതുകൊണ്ട് ഞാൻ എന്താണ് എൻ്റെ അലോട്ട്മെൻറ്റ് ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ് ആയിട്ടായിരുന്നു ഞാനൊന്ന് CS വെച്ചത്. എനിക്ക് വേണ്ടായിരുന്നു CS, പക്ഷേ സ്റ്റിൽ TKM തന്നെ CS കിട്ടിയാണ്, പക്ഷേ അലോട്ട്മെൻറ്റ് വെച്ചതേ ഇല്ല. അപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചാണ് ഞാൻ മെക്കാനിക്കൽ എടുത്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സെമിസ്റ്ററിലും നമുക്കൊരു 9+ CGPA പഠിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ മെക്കിന് പകരം ഞാൻ എടുത്തിരുന്നത് ഒരു ECO വല്ലതും ആയിരുന്നെങ്കിൽ എൻ്റെ CGPA ചിലപ്പോൾ ഒരു 8 8.5 അതുവരെ ആ റേഞ്ചിൽ നിന്നാണ്. അപ്പോൾ ഇതെനിക്ക് എന്താണ് എല്ലാ പേപ്പറും എനിക്ക് വന്നില്ല. അതായത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് പേപ്പറുകൾ വരും, അതായത് ഇലക്ട്രിക്കൽ മെഷീൻസ് വരും, കുറച്ച് EC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, പിന്നെ നമുക്ക് ഇടയ്ക്കാണെങ്കിൽ മെക്കട്രോണിക്സ് പോലെ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സും വരുന്ന മെക്കട്രോണിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് കെമിസ്ട്രിയുടെ പേപ്പർ ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ കോഡിങ് റിലേറ്റഡ് വരും. പക്ഷേ C++ ഒക്കെ ഞാൻ നല്ലപോലെ 12th ചെയ്യുമായിരുന്നു. സ്റ്റിൽ എനിക്ക് ഒരു എറർ പോലും ഇല്ലാത്ത കോഡിങ് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും സ്ലൈറ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ഗ്രേഡ് ഡ്രോപ്പായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പെർഫോമൻസിൽ എൻ്റെ തന്നെ ഒബ്സർവ് ചെയ്തൊരു കാര്യം. അപ്പോൾ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ 4 കൊല്ലം പഠിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അന്നേരം ചിലപ്പോൾ എന്താണ് നമുക്ക് എന്താണ് ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രിഫറൻസ് വെച്ച് എടുക്കുമ്പം അവരുടെ കേസിൽ അത് കറക്റ്റായിരിക്കാം.
അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ സി എസിന് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും എന്താണ് അതേ ഹൈ പ്ലേസ്മെൻറ്റിൽ പോകുന്നില്ല, ഹയസ്റ്റ് പാക്കേജിൽ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം. ഇനി പ്രൈവറ്റ് കോളേജും ഈ ഗവൺമെൻറ് കോളേജും തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഏത് പ്രിഫർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൊന്ന് ചിന്തിക്കുക, നിങ്ങൾ അലോട്ട്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത് തന്നെ എടുക്കണം, ഇന്ന ബ്രാഞ്ച് നല്ലത്, ഇന്നത് മോശം എന്നുള്ളൊരു എന്താണ് പറയേണ്ടത്, നേരത്തെ കൂട്ടിയൊരു കാൽക്കുലേഷൻ വയ്ക്കാതെ അത് എടുക്കുന്നവരുടെ പ്രിഫറൻസ് അനുസരിച്ച്. മെയിനായിട്ടും സി എസിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് IT കമ്പനീസാണ് കൂടുതലും വന്ന് പ്ലേസ്ഡ് ആവുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് സി എസ് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ മെക്ക് പഠിച്ചിട്ട് IT പോകുന്നതും CS പഠിച്ചിട്ട് IT പോകുന്നതും EC പഠിച്ചിട്ട് IT ഫീൽഡ് അല്ലെങ്കിൽ കോഡിംഗ് ഫീൽഡിൽ പോകുന്നതും സിവിൽ പഠിച്ചിട്ടും കോഡിംഗ് ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും ഇത് രണ്ടും എന്താണ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കത്തില്ല. നിങ്ങൾക്കൊരു ഹയസ്റ്റ് പാക്കേജിൽ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ CSO ECO എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾ പ്ലേസ്മെൻ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്, കാരണം അവിടെയാണ് പ്ലേസ്മെൻ്റ് ഉള്ളത്. പക്ഷേ കുറേ കാര്യങ്ങൾ പ്ലേസ്മെൻറ്റിന് എപ്പാർട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ എന്താണ് വേറെ ഗവൺമെൻറ് ജോബ്സിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കോർ ബ്രാഞ്ചസ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അതൊന്ന് ചിന്തിക്കുക. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശരി വെച്ചാൽ ECയും CS നിലവിൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്ന പ്ലേസ്മെൻ്റ് എല്ലാം കൂടുതലും വരുന്നത് എന്താണ് TCS അല്ലെങ്കിൽ ഈ വിപ്രോ പോലുള്ള കമ്പനീസ് ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ കോഡിങ്ങിൽ തന്നെ ചെയ്യണം. അപ്പോൾ സിവിൽ പഠിച്ചിട്ട് കോഡിംഗ് ഒന്നും അറിയാതെ കോഡിംഗ് ഫീൽഡിൽ പോകുന്നതാണോ നല്ലത്, മെക്കൊക്കെ പഠിച്ചിട്ട് ഒരു കോഡിങ്ങും അറിയാതെ കോഡിംഗ് ഫീൽഡിൽ പോയിട്ട് പിന്നെ കോഡിങ് പഠിക്കുന്നതാണ് നല്ലത്? അങ്ങനെയാണ് നിങ്ങൾ BTech ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു ഡിഗ്രി എന്നുള്ള പേരിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഹയസ്റ്റ് പാക്കേജിലോട്ട് പുഷ് ചെയ്യാനും പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വേസ്റ്റ് ആവാന്ന് വെച്ചാൽ നിങ്ങൾ മറക്കും. അതുകൊണ്ടാണ് മറന്ന് ടച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു എന്താണ് IT പ്രൊഫഷണലായി. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും മെക്കെടുത്ത ഒരു IT പ്രൊഫഷണലാണ്, ആരും കോഡിങ്ങിൽ നിൽക്കുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്താണ് പഠിച്ച കാര്യം തന്നെ മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്നുള്ളത് നോക്കുക. കാരണം ഞാൻ ആ ഒരു ഒന്നും ഞാൻ വിട്ടു പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേസിൽ മെക്കാനിക്കലായിരുന്നു നല്ലത്. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഈ സർക്യൂട്ട് ബ്രാഞ്ചുകളെല്ലാം ലാസ്റ്റ് ഓപ്ഷനും മെക്ക് സിവിൽ പോലുള്ള കോർ ബ്രാഞ്ചസ് ആയിരുന്നു ഓപ്ഷൻ വെച്ചിരുന്നത്. കാരണം എന്താണ് നമ്മുടെ ഒരു പ്രിഫറൻസ്. പക്ഷേ സിവിൽ ഞാൻ കുറച്ച് താഴെ വെച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് സിവിലിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ട്രിപ്പിൾ എന്തോ ആണ് എന്ന് വെച്ചത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഒരു ഇത് വേണമെങ്കിൽ ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റ് അന്നത്തെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എൻ്റെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നോക്കുക. നിങ്ങളുടെ സാറുമാരുമായിട്ടൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും.